നമസ്കാരം. സിനിമ കഫയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് ഇന്ത്യൻ സിനിമ ഇപ്പോൾ നെക്സ്റ്റ് ലെവൽ ഹൈപ്പിലേക്ക് കടക്കുകയാണ്. ഒരു വശം മാസീവ് ഗ്ലോബൽ പ്രൊജക്ട്സ്, മറ്റൊരു വശം പാൻ ഇന്ത്യൻ ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ. ഇന്നത്തെ വീഡിയോയിൽ സൗത്ത് സിനിമയെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന രണ്ട് വമ്പൻ സിനിമ അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. വിജയ് ദേവരകൊണ്ടയുടെ കരിയറിൽ ബിഗ്ഗസ്റ്റ് ഗ്ലോബൽ പ്രൊജക്ട്, കൂടാതെ NTR പ്രശാന്ത് നീൽ കോംബോയുടെ മാസ് എക്സ്പ്ലോഷൻ. ഇതിൽ ഏറ്റവും ഷോക്കിംഗ് എന്താണെന്ന് അറിയാമോ? ഹൗസ് ഓഫ് ഡ്രാഗൺ, ഫാൾ ഔട്ട്, ഗോഡ്സ് ഓഫ് ഈജിപ്റ്റ്, ബാറ്റ്മാൻ ഫോർ പോലുള്ള ഹോളിവുഡ് പ്രൊജക്ടിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ് ഈ സിനിമയിൽ ഭാഗമാണ്. അതായത് ഒരു സാധാരണ ഇന്ത്യൻ സിനിമയല്ല, ഗ്ലോബൽ ലെവൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. സൗത്ത് സിനിമയെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന പ്രോജക്ട് ആണോ? ഇപ്പോൾ വിശദമായി നോക്കാം. ആദ്യമേ നോക്കാം വിജയ് ദേവരകൊണ്ട ശൗര്യ ഗ്ലോബൽ പ്രൊജക്ട് ചിത്രത്തിന്റെ പൂജയോടെ തുടക്കം. തെലുങ്ക് സിനിമയിലെ യുവതാരമായ വിജയ് ദേവരകൊണ്ടയുടെ കരിയറിലെ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വമ്പൻ ഗ്ലോബൽ പ്രൊജക്ട് ചിത്രത്തിന്റെ പൂജ ഹൈദരാബാദിൽ നടന്നു. ഹായ് നാന എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകൻ ശൗരവ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഇന്ത്യൻ സിനിമയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താനുള്ള വലിയ ശ്രമമായി കണക്കാക്കപ്പെടുന്നു. പൂജ ചടങ്ങിൽ ഫസ്റ്റ് ഷോട്ടിൽ നാച്ചുറൽ സ്റ്റാർ നാനി ക്ലാപ്പ് അടിച്ചതോടെ ചടങ്ങ് കൂടുതൽ ശ്രദ്ധേയമായി. വേറെ വൈറ ബാനറിൽ ഒരുങ്ങുന്ന ഈ ചിത്രം പ്രഖ്യാപന പോസ്റ്റർ പുറത്തിറങ്ങിയതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ചിത്രത്തിന്റെ സാങ്കേതിക ടീമിനെ പരിചയപ്പെടുത്തിയ അനൗൺസ്മെന്റ് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ഹോളിവുഡ് പ്രൊജക്ടുകളായ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ, ഫോൾ ഔട്ട് എന്നിവയിൽ പ്രവർത്തിച്ച അലോഹാൻഡ്രോ മാർട്ടിനസ് ആണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. ഗോഡ്സ് ഓഫ് ഈജിപ്റ്റ്, ബാറ്റ്സ്മാൻ ഫോർ സ്നിപ്പേഴ്സ് എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ച എറിക് ഡർസ്റ്റ് VFX സൂപ്പർവൈസറായി എത്തുന്നു. ആനിമൽ, ഓം ശാന്തി ഓശാന തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രവർത്തിച്ച സുരേഷ് സെൽവരാജൻ പ്രൊഡക്ഷൻ ഡിസൈനറാണ്. സംഗീതം ഒരുക്കുന്ന മലയാളി കൂടിയായ ഹിഷാം അബ്ദുൽ വഹാബാണ്. കൂടാതെ കോസ്റ്റ്യൂം ഡിസൈനറായി സച്ചിൻ ലോവലേക്കർ, എഡിറ്ററായി പ്രവീൺ ആന്റണി എന്നിവരും ടീമിന്റെ ഭാഗമാണ്. പുരാതന പശ്ചാത്തലത്തിൽ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്ന തരത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ദൃശ്യവിസ്മയങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടെക്നീഷ്യൻ മികവും ചേർന്ന് പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ സിനിമാനുഭവം നൽകുമെന്നാണ് പ്രതീക്ഷ. വാരണാസി, റാക്ക പോലുള്ള സിനിമകൾ ഇന്ത്യൻ സിനിമയെ ഗ്ലോബൽ തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതുപോലെ വിജയ് ദേവരകൊണ്ട ശൗര്യ കൂട്ടുകെട്ടും അതേ ദിശയിൽ വലിയൊരു കാൽവയ്പാണ് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരാനിരിക്കെ സിനിമാ പ്രേമികൾ ഇതിനകം തന്നെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് NTR പ്രശാന്ത് നീൽ ചിത്രം 2027 ജൂൺ 11 വേൾഡ് വൈഡ് റിലീസ്. ചിത്രത്തിന് ഫസ്റ്റ് ഗ്ലിംസ് മെയ് 20 പ്രേക്ഷകരിലേക്ക്. മാൻ ഓഫ് ദ മാസ്, NTR, KGF സീരീസ്, സലാർ തുടങ്ങിയ സെൻസേഷണൽ ബ്ലോക്ക് ബസ്റ്ററുകൾ നൽകിയ സ്വതന്ത്ര സംവിധായകൻ പ്രശാന്ത് നീലുമായി കൈകോർത്ത ചിത്രം. NTR നീൽ 2027 ജൂൺ 11 ലോകവ്യാപകമായ തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് മെയ് 20 റിലീസ് ചെയ്യും. താൽക്കാലികമായി NTR നീൽ എന്ന പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രം തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകൾ റിലീസ് ചെയ്യുന്നതിനാൽ ആരാധകർ ആകാംക്ഷയോടെ ചിത്രത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. പ്രശാന്ത് നീൽ വിഭാവനം ചെയ്തതുപോലെ ശക്തമായ ഒരു വേഷത്തിൽ NTRനെ കാണാൻ കാത്തിരിക്കുന്ന ചിത്രത്തെ കുറിച്ച് വലിയ പ്രതീക്ഷയിലാണ് ഓരോ പ്രേക്ഷകനും. തീവ്രമായ ആക്ഷന്റെയും ആകർഷകമായ കലാസന്ദർഭത്തിന്റെയും ത്രില്ലിംഗ് കോമ്പിനേഷൻ NTR നീൽ അവതരിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ പേരുകേട്ട പ്രശാന്ത് നീൽ NTRന്റെ ഓൺ സ്ക്രീൻ വ്യക്തിത്വത്തെ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്ന തന്റെ അതുല്യമായ മാസ് കാഴ്ചപ്പാട് പ്രൊജക്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ ഉയരങ്ങളിലേക്ക് NTRന്റെ ഓൺ സ്ക്രീൻ വ്യക്തിത്വത്തെ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നത് തന്റെ അതുല്യമായ മാസ് കാഴ്ചപ്പാട് പ്രൊജക്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രശസ്ത പ്രൊഡക്ഷൻ ഹൗസുകളായ മൈത്രി മൂവീസ് മേക്കേഴ്സും NTR ആർട്സും ചേർന്ന് ചിത്രം നിർമ്മിക്കുന്നു. ബാനറിൽ കല്യാൺ റാം നന്ദമുരി, നവീൻ യർനേനി, രവിശങ്കർ, ഹരികൃഷ്ണ കൊസരാജു എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഭുവൻ ഗൌഡ ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്നു. രവി ബസ്രു സംഗീതം നിർവഹിക്കുന്നു. പ്രൊഡക്ഷൻ ഡിസൈനർ കൈകാര്യം ചെയ്യുന്നത് ചലപതിയാണ്. ചിത്രത്തിന്റെ DOP ഭുവൻ ഗൌഡ, സംഗീതം രവി ബസ്രു. നിർമ്മാതാക്കൾ കല്യാൺ റാം നന്ദമുരി, നവീൻ യേർനേനി, രവിശങ്കർ യമഞ്ചലി, ഹരികൃഷ്ണ കൊസരാജു, PRO പ്രതീഷ് ശേഖർ. ഇപ്പോൾ പറയൂ, വിജയ് ദേവരകൊണ്ടയുടെ ഗ്ലോബൽ പ്രോജക്റ്റ് ആണോ കൂടുതൽ ഹൈപ്പ്, അല്ലെങ്കിൽ NTR പ്രശാന്ത് നീൽ കോംബോ ആണോ മാസ് എക്സ്പ്ലോഷൻ? കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സിന് വേണ്ടി സിനിമ കഫേ മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.